അങ്ങനെയാണെങ്കിൽ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. ആ പെൺകുട്ടിക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് അവരുടെ കല്യാണം ഉടനെ അങ്ങനെ നടത്തണം. പക്ഷെ ആ കമ്മീഷണർ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോ പോവാൻ പറ, അയാളൊരു ചുക്ക് ചെയ്യില്ല. അല്ല, അങ്ങനെയാണെങ്കിലേ നമുക്ക് സേതുവിന്റെ കൂടെ ഈ കൂട്ടത്തിൽ നടത്തിയാലോ? എന്ത് സേതുവിന്റെ? അല്ല, അതിപ്പോ വേണോ ഈ ബഹളത്തിനിടയില്? അല്ല, കമ്മീഷണറുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നെങ്കിലേ അയാളെ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ നോക്കിക്കോളാം. വല്യേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. സേതുവിനും പ്രായം കൂടി വരെയല്ലേ. സിദ്ധാർത്ഥന്റെ കല്യാണം കഴിയട്ടെ എന്നായിരുന്നു അവന്. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പെണ്ണിനെ കണ്ടെത്തണം. ആ പെണ്ണിനെ അവന് ഇഷ്ടപ്പെടണം, പിന്നെ അത് ഉറപ്പിക്കണം. പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അളിയന്റെ ഇഷ്ടം കൂടെ ഒന്ന് അറിഞ്ഞാ മതി. ഈ പെണ്ണ് ആരാണെന്ന് അറിയാതെ എങ്ങനെ ഇഷ്ടമാണോന്ന് പറയാ? അളിയൻ അറിയും. എന്റെ മോള് രാധിക. ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഇങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടായില്ലല്ലോ എന്നുള്ളതാണ് എന്റെ പേടിച്ചു. എന്തു പറയുന്നു? സേതുവിന് ചേരുന്ന കുട്ടിയാ രാധിക. നമുക്ക് ഈ രണ്ട് കല്യാണം ഒന്നിച്ച് നടത്തിയാലോ? അത് ഇനിയൊന്നും ആലോചിക്കാനില്ലടിയാ, നമുക്കിതങ്ങ് നടത്താം. ഈ അളിയൻ കാര്യങ്ങൾ നീക്കിക്കോട്ടെ. ശരി, നമുക്ക് ഈ രണ്ട് കല്യാണവും ഗംഭീരമായിട്ട് നടത്താം. ഇത് നമ്മൾ ഗംഭീരമായി കൊണ്ടാടിയേ പറ്റൂ സുഹൃത്തുക്കളെ. പണ്ട് വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ ഒരു മേനക വേണ്ടി വന്നുവെങ്കിൽ ഇവിടെ നമ്മുടെ മുതലാളിയുടെ തപസ്സിളക്കാൻ ഒരു മെഡിക്കൽ സുന്ദരി വേണ്ടി വന്നു. ഒപ്പം എന്റെ കോച്ചിങ് കൂടി ആയപ്പോൾ മുതലാളിയുടെ മനസ്സാടി ഉലഞ്ഞു. എന്ത് തോന്നിയതാണ് നീ കാണിക്കണേ? പുളകം കൊള്ളിക്കുന്ന ഒരു വാർത്ത എവരെ അറിയിക്കുന്ന എങ്ങനെയാണ് ബൈ തോന്നിയാസാവുന്നത്? നിർത്തറ. ജോലി വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി നിന്നെ ആരാടാ കമ്പനിക്കകത്ത് കയറ്റിവിട്ടത്? അതും പോരാഞ്ഞ് മറ്റുള്ളവരുടെ ജോലി നിർത്തിവെപ്പിച്ചുകൊണ്ട് അവന്റെ ഒരു പ്രസംഗം. മുതലാളിയുടെ കല്യാണ വാർത്ത തൊഴിലാളികൾക്കെല്ലാം സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അതിന്റെ പേരിൽ ഒരു 10 മിനിറ്റ് ആഘോഷിച്ചെന്ന് കരുതി കമ്പനിക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവാൻ പോണില്ല. ടേക്ക് ഇറ്റ് ഈസി. നഷ്ടവും ലാഭം തീരുമാനിക്കാൻ നീ ആരാടാ? ദേഹത്തോട്ടുള്ള കളി വേണ്ട. നീ എന്തിയോടാ കൈയെടുക്കാനാ പറഞ്ഞത്? പട്ടി പിടിച്ചു പുറത്താകണം. എടാ, നിനക്കൊക്കെ ശമ്പളം തരുന്നത് ഞാനാ പറയുന്നത്. പിടിച്ചു പുറത്താക്കാൻ. പിടിച്ച് പുറത്താക്കവനെ. വെറുതെ വിളിച്ചു പോയി അണ്ണാക്കിലെ വെള്ളം വറ്റിക്കണ്ട. ഞങ്ങളെ തമ്മിലടുപ്പിക്കാനൊന്നും തന്നെ കൊണ്ടാവില്ല. അതിന് വേറെ MBA എടുക്കേണ്ടി വരും. അയാളാണ്. ഞാൻ സിദ്ധാർത്ഥ മുതലാളിയുടെ കല്യാണം അനൗൺസ് ചെയ്യായിരുന്നു. നിങ്ങൾ സിദ്ധാർത്ഥന്റെ കല്യാണം അനൗൺസ് ചെയ്ത് നടന്നോ? സേതുവേട്ടന്റെ പെണ്ണായി അവരെന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. എന്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക. പവിയേട്ടനെല്ലാം നിസ്സാര. എനിക്ക് മനസ്സിന് യാതൊരു സമാധാനമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്തിനും ഒരു ടേക്ക് ഇറ്റ് ഈസി പോളിസിയാ വേണ്ടത്. നീ ഈ ടെൻഷനൊക്കെ മാറ്റിവെച്ച് ഒന്ന് ചിരിച്ചേ. പവിയേട്ട, ഞാനൊന്ന് ചിരിക്കാനൊന്നും പറ്റിയ മൂഡിലല്ല. ചിരിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. എന്താ പവിയേട്ട ഇത്? വേണ്ട വേണ്ട. പവിയേട്ട, ദേ സിദ്ധേട്ടൻ. ഇനി ആ നമ്പരൊന്നും എന്റെ അടുത്ത് വേണ്ട. വിടേടാ പറഞ്ഞത്. വിടില്ല. വിടേടാ പറഞ്ഞത്. എന്താ പവിയേട്ട? വിടില്ല. വിടില്ല. വിടേടാ പറഞ്ഞത്. വിടേടാ പവിയേട്ട. കേട്ടോ നോയേ. മുതലാളി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട. നീ സേതുവിനെ അടിച്ചു എന്നറിഞ്ഞപ്പോ അത് വിശ്വസിക്കാത്തവനാണ് ഞാൻ. ഇപ്പൊ എനിക്ക് ബോധ്യമായടാ, ഇത്രയും നാളെ ഒരു നന്ദി കേട്ട പട്ടിയാണ് ഞാൻ വീട്ടിൽ പോറ്റിയെന്ന്. നിന്നെ ഒന്നും രാഘവട്ടവന്റെ കുടുംബത്തെ കയറ്റാൻ കൊള്ളാത്തവനാ. ഇത്രയും നാൾ നമ്മുടെ കൂടെ നമ്മുടെ ചതിക്കായിരുന്നു. നീ വൃത്തികെട്ടവനാ മോനെ. മോനെ സിദ്ധാർത്ഥ, നീ പോ. ഇനി എനിക്ക് കാണണ്ട തന്നെ. എവിടെയെങ്കിലും പൊയ്ക്കോ. ഇനി എന്റെ മുമ്പിൽ വന്ന നിന്റെ ശവം പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല. ഒന്ന് കളില്ലെറിയും ഞാൻ നായേ. എന്താ പ്രവർത്തനം ഉണ്ടായേ? കാര്യം അറിയാതെ ആ മുതലാളി ഞാനും രാധികയും തമ്മിൽ സ്നേഹത്തിലാ. അതെ, സത്യാണ്. പവിത്രേട്ടനെ വിട്ടിട്ട് സേതുവേട്ടന്റെ ഭാര്യയാവാൻ എനിക്ക് പറ്റില്ല. എടീ, വേണ്ട. അവളെ ഇനി അടിച്ചിട്ടും ബേളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. കൂടുതൽ ലാളിച്ചു വളർത്തിയതിന്റെ ശിക്ഷയാണിത്. അവളുടെ ഇഷ്ടം ഇങ്ങനെയായ സ്ഥിതിക്ക് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനിക്കാം. അച്ഛൻ എന്തായി കണ്ടിരിക്കുന്നത്? അവളെ ഈ തെണ്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവാണോ? അവളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. പവിത്ര, എനിക്ക് കുറച്ചുകൂടി സമയം തരണം. ഇപ്പൊ നീ പോ. നന്ദിയുണ്ട് സർ. ഈ വലിയ മനസ്സിന് നന്ദിയുണ്ട്.